ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേടിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ PSC. ഉത്തരക്കടലാസുകളും മാർക്കുകളും ഉദ്യോഗാർത്ഥികൾക്ക് നൽകാനാവില്ലെന്ന് PSC. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ അപ്പീൽ പോകാൻ PSC തീരുമാനം. ഫസ്റ്റ് ഓൺ ന്യൂസ് മലയാളം. അനുരു അശോകൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനുരു, PSCയുടെ ഈ ക്രമക്കേടിലാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായത്. അതിലിപ്പോൾ അതിനെതിരെയാണ് PSC മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്താണ് PSCയുടെ നീക്കം? ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേടിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ PSC. ഉത്തരക്കടലാസുകളും മാർക്കുകളും ഉദ്യോഗാർത്ഥികൾക്ക് നൽകാനാവില്ല എന്നാണ് PSC പറയുന്നത്. ഇതിനെതിരെ അപ്പീൽ പോകാനാണ് ഇപ്പോൾ PSCയുടെ തീരുമാനം. അനുരു അശോകനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനുരു, ഇപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ ഇടപെടൽ നിർണായകമാണ്, എന്നാൽ അതിനെതിരെ നീങ്ങുകയാണ് PSCയുടെ നീക്കം ഏത് രീതിയിലാണ്? സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ അല്ലെങ്കിൽ ആസൂത്രണ ബോർഡിലെ അടക്കം പരീക്ഷാ ക്രമക്കേടുകൾ ആദ്യം പുറത്തു കൊണ്ടുവന്നത് ന്യൂസ് മലയാളമാണ്. ന്യൂസ് മലയാളത്തിലൂടെയാണ് ഈ വാർത്തകൾ ജനങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഈ ഒരു പരീക്ഷകളിൽ ഇപ്പോൾ PSCയുടെ നിലപാടുകളും ഉത്തരവുകളും അവരെ തന്നെ കൂടുതൽ സംശയ നിഴലിലേക്ക് ആക്കുന്നതാണ്. ഈ പറയുന്ന ചീഫ് തസ്തികകളിലേക്കുള്ള ഉത്തരക്കടലാസുകളും മാർക്കുകളും കൃത്യമായി ഉദ്യോഗാർത്ഥികൾക്ക് നൽകണമെന്നായിരുന്നു ഒരാഴ്ച മുമ്പ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത്. കാരണം നേരത്തെ ഈ ഉത്തരക്കടലാസുകൾ 335 രൂപ അടച്ചിട്ട് പോലും PSC ഉദ്യോഗാർത്ഥികൾക്ക് കഴിഞ്ഞ ഒരു വർഷമായി നൽകാൻ തയ്യാറായില്ല. ഇതിനെ തുടർന്നാണ് വിവരാവകാശം വഴി അപേക്ഷിച്ചത്. അപ്പോഴും PSC നൽകാൻ തയ്യാറായില്ല. ഇതോടെയാണ് അവർ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചത്. തുടർന്ന് PSCയുടെ വാദങ്ങളടക്കം കേട്ട ശേഷമാണ് ഒരാഴ്ച മുമ്പ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണറായ സോണിച്ചൻ P. ജോസഫ് ഈ ഉത്തരക്കടലാസുകളും ആ റാങ്ക് ലിസ്റ്റിൽ വന്ന എല്ലാ ഉദ്യോഗാർത്ഥികളുടെ മാർക്കും അവർക്ക് അഭിമുഖത്തിന് PSC നൽകിയ മാർക്കുകളും നൽകണമെന്ന് PSCയോട് തന്നെ ആവശ്യപ്പെട്ടത്. എന്നാൽ ആ ഉത്തരക്കടലാസുകൾ നൽകാനാവില്ല എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ PSC എത്തിയിരിക്കുന്നത്. അതായത് 2023 ജൂലൈ 13-ന് PSC 100 മാർക്കിനുള്ള പൊതുപരീക്ഷ നടത്തിയത് ആസൂത്രണ ബോർഡിലെ ചീഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ചീഫ് പ്ലാനിംഗ് കോർഡിനേഷൻ, ചീഫ് പേഴ്സ്പെക്റ്റീവ് പ്ലാനിംഗ് എന്നാണ്. പക്ഷേ ഈ ചീഫ് പേഴ്സ്പെക്റ്റീവ് പ്ലാനിങ്ങിൽ ഇതുവരെയായിട്ടും റാങ്ക് ലിസ്റ്റ് പുറത്തിറക്കാനാകാത്ത സാഹചര്യത്തിൽ ഈ ബാക്കി 2 റാങ്ക് ലിസ്റ്റിലുള്ളവരുടെയും മാർക്കുകൾ വെളിപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് PSC സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് PSCയുടെ നീക്കം. സ്വാതി. ശരി അനുരു.